നല്ല പടം, ഒരു നല്ല അടിപൊളി ലവ് സ്റ്റോറി, ക്ലൈമാക്സ് കളക്കിയിട്ടുണ്ട്. നല്ല ക്ലൈമാക്സിലെ പടം തീർന്നിരിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയൊരു മടുപ്പ് തോന്നിയാലും ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബിജുവിനെ വളരെ അടിപൊളിയായിട്ട്, ബിജുവിനെ മേതിൽ ദേവികയും നല്ലപോലെ അവരുടെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം കാണാനുണ്ട് കേട്ടോ. എല്ലാം കാണുന്നുണ്ട്. ലവ് സ്റ്റോറിയിൽ അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് അതിലും ഗംഭീരം, ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് അതിഗംഭീരമായിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പടം, കൊള്ളാം. ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടം, ഏത് പ്രായക്കാർക്കും ആസ്വദിച്ചിരുന്ന് കാണാം. സൂപ്പർ പടം. അതാ പറഞ്ഞ, ഏത് പ്രായവും നമ്മുടെ ബാല്യം മുതൽ നല്ലൊരു പ്രായം വരെ ആസ്വദിച്ചിരുന്ന് കാണാം. സൂപ്പർ പടം. പടം കൊള്ളാം. ഒരു 4 കാലഘട്ടത്തിന് കഥയാണ് പറയണത്. ഞാൻ കാണാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മേതിൽ ദേവിയാണ്. ഒരു ലൈഫുള്ള സിനിമയാണ്, കണ്ടിരിക്കാം. എൻഗേജിങ് ആണ്. പിന്നെ ബിജുമേനോൻ്റെ പെർഫോമൻസും മേതിൽ ദേവിയുടെ കോമ്പോസിനൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിഖിൽ അഭിമുണ്ട്. നല്ല കാസ്റ്റിംഗ് ആണ്. കാലഘട്ടമൊക്കെ നല്ല പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ആണെങ്കിലും ആ ഒരു ഫൈനൽ നല്ല രസമാണ്. പടം മേക്ക് ചെയ്തേക്കുന്നത് കണ്ടിരിക്കാൻ തന്നെ കൊള്ളാം. ഓവറോൾ നല്ല പടം തന്നെയാണ്. ഒത്തിരി പ്രണയമൊക്കെ അപ്പോൾ ഭയങ്കര ഫീലായോ? ഇതിൽ പടത്തിൽ പ്രണയവും നഷ്ടങ്ങളും ഉണ്ട്, സ്വന്തമാക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. കാലഘട്ടത്തിൻ്റെ ഫിലിമായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതൊക്കെ ആ കാലഘട്ടമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കോമ്പോസിങ് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. മേതിൽ ദേവിയെ നമ്മൾ നർത്തകിയായിട്ടല്ല അറിയാവുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കണക്റ്റഡ്. അതുപോലെ തന്നെ എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഓരോ കൊള്ളാം, കണ്ടിരിക്കാം. നല്ല പടമായിരുന്നു. പ്രണയമൊക്കെ ശരിക്കും വർക്കൗട്ടായി. ക്ലൈമാക്സ് നല്ല അടിപൊളിയായി. നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അടിപൊളി പടം. എല്ലാം ടച്ചിങ് ആയിരുന്നു. നന്നായിരുന്നു, നല്ല പടം. വെരി ഗുഡ് ഫീൽ ഗുഡ് മൂവിയാണ്. നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്.